വൈഫിന്റെ ഒരു പ്രശ്നം ഞാനും അവളും ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. പിരിഞ്ഞോ എന്നുള്ള രീതിയില്ല. ഒരു ഇൻസ്റ്റാഗ്രാമിൽ പേര് മാറ്റി വെച്ചിട്ട് അതിന്റെ അർത്ഥം പിരിഞ്ഞു എന്നാണ്. എത്ര നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു രീതിയായി അതിന്റെ വഴിക്ക് പോട്ടെ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലത്തെ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ പറയില്ല. ഈ കൂടെ നിൽക്കുന്നവർ ഒരുപാട് പേര് ചതിച്ചിട്ടുണ്ടോ? ഓ ഇഷ്ടം പോലെ. താഴെ തട്ട് കടന്നവന് മേലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു ഇതായിരിക്കാം. ഞാൻ കണ്ണുകടി. അമ്മ ദേവോ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോ ഞങ്ങളോട് വെക്കേ ഇന്നോട് ചോദിക്കണ്ട നിങ്ങൾ എന്തെങ്കിലും ഏൽക്കുമ്പോ ഞാൻ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇവനെ ഏൽക്കുമ്പോ ഞങ്ങളോട് ചോദിക്കണ്ടേ? ചോദിക്കട്ടെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല. ഞാൻ അതിലൊരു 5,000 റുപ്യ 10,000 റുപ്യ ആൾക്കാർക്ക് വെറുതെ കൊടുക്കും. ഇല്ലാത്ത ആള് പാവങ്ങൾ. ഞാൻ അതും കണ്ടന്റ് ആക്കാറുണ്ട്. ആ ബൈക്കിന്റെ ഇഷ്ടം ഉണ്ടായതിനു ശേഷം ഞാൻ കമന്റ് നോക്കില്ലേ. 12 ലക്ഷം വരെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മാസം. അന്ന് അവളായിരുന്നു. ഇപ്പൊ ബേനാ കുരുത്ത രാവിലെ എന്തോ കിട്ടിയത് കണ്ടല്ലോ കുളിക്കാൻ. ഇന്റർവ്യൂവിന് വേണ്ടിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ആദ്യം ചോദിച്ചു ഞാൻ അതിനിപ്പോ പ്രശ്നമൊന്നും ഉണ്ടാക്കി. ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് ഞാൻ അതിനിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണില്ലല്ലോ എന്ന്. എനിക്കമ്മ മറ്റൊന്ന് ത്രെഡ് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. എന്ത് പറ്റി പിന്നെ? ആ വീടൊക്കെ ആ വീട് ചെറുതായിട്ടൊന്ന് വിറ്റു. ഇതൊരു സ്വപ്നമായിരുന്നു, ഇങ്ങനെ കുറെ കാസ് ഇങ്ങനെ നിർത്തിയിടണം, ഒരു ഗ്യാരേജ് സെറ്റപ്പ് പോലെ ചെയ്യണം. ആ സമയത്ത് അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് ആ ഒരു 67,000 ആൾക്കാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ ഒരു പൊന്നൂസിനെ പറ്റി പറഞ്ഞ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് ഒരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടിയുടെ അടുത്ത് അവൻ എന്തോ ഇവളെ പറ്റിയിട്ടും വേറെ കുറച്ച് യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടും മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഏട്ടനും ഞാനും അത്രയും കമ്പനി ആയിരുന്നു. ആൾ എന്തിനാ അങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല. ആളെ പേര് രാജു എന്നാണ്. ആൾ ഓട്ടോന്റെ പേര് ശ്രീനന്ദൻ എന്നാണ്. എങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ കേസ് കൊടുക്കും അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേസ് കൊടുക്കുമ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേസ് കൊടുത്ത് ഞാൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവിവെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് ഞാനുള്ളത് മല്ലു ഫാമിലിയുടെ കൂടെയാണ്. ആൻഡ് എൻ്റെ കൂടെ ഉള്ളത് സുജിൻ ചേട്ടനാണ്. വെൽക്കം. കുറെ നാളായല്ലോ ഒരു ഇന്റർവ്യൂ സെറ്റപ്പിലൊക്കെ വന്നിട്ട്. ഞാൻ പിന്നെ ആദ്യത്തെ പോലെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ ഇടാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ബാക്കി കിക്കാണ് ഇപ്പൊ. അങ്ങനെ ഇൻസ്റ്റാഗ്രാം മാത്രം നോക്കി മുന്നിൽ പോകണം മാത്രമേ ഉള്ളൂ. എന്താ പറ്റിയത് യൂട്യൂബൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടുള്ള റീസൺ എന്താ? അല്ല ഒന്നുമല്ല, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നില്ല. അപ്പൊ അവരെല്ലാവരും നാട്ടിൽ വിചാരിച്ചു. പിന്നെ ആ ഒരു സമയത്ത് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഡെയിലി വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ യൂട്യൂബ് വഴി എല്ലാ കാര്യങ്ങളും എൻ്റെ ഹാപ്പി ആയി, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ടാർഗറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, മാസം എത്ര റുപ്യ കിട്ടണം എന്നൊക്കെ യൂട്യൂബിൽ നിന്ന്. ഇപ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമും പിന്നെ പോലെ ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്ക് വീഡിയോകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടണം മതി. പിന്നെ വേറെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് മുന്നിലേക്ക് നല്ല രീതിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നിർത്തിയെന്ന് മാത്രം. എന്താ റവന്യൂ, യൂട്യൂബ് റവന്യൂവിന്റെ ഒരു രീതിയൊക്കെ കുറഞ്ഞോ നിങ്ങളുടെ ആ തുടക്ക സമയം വെച്ച് നോക്കുകയാണെങ്കിൽ? പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12 ലക്ഷം വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മാസം. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ബൈക്കിന്റെ ഒരു പ്രശ്നം. അപ്പൊ ആ മാസം എനിക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിനും 1 മില്യൺ വ്യൂസ് ആയിരുന്നു. അപ്പൊ അന്നൊക്കെ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വേണ്ടണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം വന്നപ്പോ വീഡിയോസ് ഇടണ്ട, അതായത് പ്രശ്നങ്ങളല്ലേ നിർത്തി വെക്കാനൊക്കെ. പക്ഷെ ഞാൻ ആ സമയത്ത് എന്താ ഡെയിലി വീഡിയോസ് ഇട്ട് പക്ഷെ അന്നൊന്നും പറഞ്ഞ ആരും ഇല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ഉണ്ടല്ലോ. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാന്. പിന്നെ നിർത്തി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പറയാം, എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും 2-3 വീഡിയോ നമ്മൾ പ്രൊമോഷൻ ചെയ്താൽ തന്നെ ഒരു പേയ്മെന്റ് ഉണ്ട്. പിന്നെ വേറെ ചെറിയ ബിസിനസ് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിക്ക് മുന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടുന്നത് മാത്രം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫസ്റ്റ് ഫാമിലി വ്ളോഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ തുടങ്ങുന്ന സമയത്ത് ആകെ കുറച്ച് ആൾക്കാരുള്ളൂ. അങ്ങനെ സുജിത് ഭക്തൻ, എംഫോട്ടക്ക്, കുറച്ച് ആൾക്കാരുള്ളൂ. വേറെ ആരും അങ്ങനെ മറ്റേ വ്ളോഗിന്റെ പരിപാടി ഉണ്ടാകുന്നില്ല. ഞാൻ തോന്നുന്നു ഞാൻ തന്നെയാണ് തോന്നുന്നു, എനിക്കറിയില്ല. ടിക്ടോക്ക് ഞങ്ങളാണ് ആദ്യം വന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ടിക്ടോക്ക് തുടങ്ങണതിന്റെ ഒരു 2 മാസം മുന്നേയാണ് ഞാൻ യൂട്യൂബിലേക്ക് തുടങ്ങണത്. യൂട്യൂബ് തുടങ്ങി പിന്നെന്തോ ദൈവാനുഗ്രഹമായിരിക്കാം, ഡെയിലി നമുക്ക് ഒരു 5,000-10,000 വെച്ചിട്ട് ഫോളോവേഴ്സ് കയറിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു 36 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 1 ലാഖ് ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അന്ന്. കാരണം അന്ന് മറ്റേ ഈ ഷോർട്സ് സംഗതികളൊന്നും ഇല്ല, വ്ളോഗ് മാത്രം ഇട്ടിട്ട്. പിന്നെ ഇതുപോലെ ഡെയിലി 20,000-25,000 സബ് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഡെയിലി കയറുണ്ടായിരുന്നു.
അതൊരു 8,67,000 എത്തിയപ്പോഴാണ് ഞാനൊരു ബൈക്ക് എടുത്തു. ആ. ആ സമയത്ത് അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് ആ ഒരു 67,000 ആൾക്കാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. 16K 20K ഒക്കെ നെഗറ്റീവ് കമന്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ 12 ലക്ഷം ആ മാസമാണ് എനിക്ക് യൂട്യൂബ് ജീവിതത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വലിയൊരു എമൗണ്ട് കിട്ടുന്നത്. അതിന് മുമ്പ് വരെ എത്രയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? അപ്പൊ കിട്ടുന്നതാണ് പറയാ. മറ്റേ ആ സമയത്തൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ 5, 6, 4 അങ്ങനെ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ. പിന്നെ ഈ പറയല്ലേ, പിന്നെ ഈ ഒരു പിന്നെ എനിക്ക് നെഗറ്റീവ് കമന്റ് ആദ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഇത്രയും ആൾക്കാർ നമ്മളതിനെ കുറ്റം പറയാ, തെറി പറയാ, അയ്യോ ഭയങ്കര തരായിരുന്നു. പിന്നെ അത് അത്രയും സ്നേഹത്തോടെ കമന്റ് ഇട്ട ആളുകൾ തന്നെ. അതെ, പെട്ടെന്ന് ഞാൻ ആ വീഡിയോയില് പറയുന്നുണ്ട്, അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ക്യാപ്ഷൻ മാത്രം അങ്ങനെ കൊടുത്താന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്തകാലം. പക്ഷെ അത് എന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ അമ്മയും പെങ്ങളും എല്ലാവരും ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു അത്ര നെഗറ്റീവ് കമന്റ് വന്നപ്പോ. പക്ഷെ ഞാൻ എന്താ അതോട് കൂടിയാണ് ശരിയായി. ഈ നെഗറ്റീവ് കമന്റ് ഉള്ള ഒരു സംഗതി പിന്നെ എനിക്കാണ് ഇതായി. എത്ര നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു രീതിയായി. അതിന്റെ വഴിക്ക് പോട്ടെ. പോട്ടെ, നമ്മളിപ്പോ ആരെയും പോയിട്ട് ഞാൻ വേറെ ആളെയും കുറ്റം പറയാറൊന്നുമില്ല. ഞാൻ ഇന്റേതായിട്ട് വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് മുന്നിലേക്ക് പോവാന്നുള്ള രീതി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഞാൻ പറയില്ല, ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോ പിന്നെ ആ ഒരു സംഗതി ഇങ്ങനെ ഷോർട്സിന് അങ്ങനെ വ്യൂസ് കൂടി. ഷോർട്സ് ഒന്നും പിന്നെ ഞാനായിട്ട് തന്നെ മറ്റേ പറയാം, നമുക്കൊരു മുന്നിലൊരു സംഗതി ഉള്ളപ്പോഴാണ് ഞാൻ എത്ര റുപ്യ കിട്ടണം, അതിന്റെ കടങ്ങൾ വീട്ടണം എന്നുള്ള രീതിയിൽ മുന്നിക്ക് പോയായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സംഗതിക്ക് തീർന്നപ്പോ മറ്റേ യൂട്യൂബിൽ പതുക്കെ വീഡിയോസ് ഉള്ള കുറച്ച് ഇങ്ങനെ കമ്മി വന്നു. പിന്നെ വേറെ ചില ചില്ലറ പരിപാടിയൊക്കെ തന്നെ ചെയ്തപ്പോ പിന്നെ നമുക്ക് ആദ്യത്തെ പോലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇപ്പൊ ഹാപ്പിയാണ്. വണ്ടിയാണെങ്കിലും വീടാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പൊ പിന്നെ നല്ല രീതിക്ക് തന്നെ മുന്നിക്ക് ഇപ്പൊ പോകുന്നുണ്ട്. പിന്നെ ആദ്യത്തെ പോലെ ആൾക്കാർ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു നമ്മള് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വ്ളോഗ് പറയാ, അതാണ് വീട്ടിലെ വിശേഷങ്ങൾ എല്ലാം പറയാന്നുള്ളത് ഭയങ്കര. ഞാൻ പിന്നെ അത് നിർത്തി, കുറച്ച് നിർത്തി. ഞാൻ പിന്നെ ആദ്യം ഞങ്ങൾ പറഞ്ഞാല് എന്റെ കൈ എപ്പോഴും ഇങ്ങനെ ആയിരുന്നു, ഫോൺ എപ്പോഴും ഞങ്ങൾ എല്ലാ വിശേഷങ്ങള് പ്രാങ്കുകള് എപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഫോൺ ഇങ്ങനെ പിടിച്ച് കിടക്കണ്ടെന്നുള്ളൂ. പിന്നെ ഞാനത് നിർത്തി. പിന്നെ ഞാന് മറ്റേ ഞങ്ങളുടേതായ രീതി കൂടെ തന്നെ നടക്കാൻ തുടങ്ങി. ഈ വ്ളോഗ് എടുക്കല് പരിപാടികളൊക്കെ നിർത്തി. ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയും, ഇപ്പൊ എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജ് വരാറുണ്ട്, മറ്റേ ഇങ്ങനെ ആദ്യത്തെ പോലെ വീഡിയോ ഇടുക എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഇപ്പത്തെ ഓരോ തിരക്കും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകണു. ശരിക്കും പണ്ടത്തെ ആ ഒരു യൂട്യൂബ് ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ലൈഫ്, അത് എപ്പോഴെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ആ ഒരു മറ്റേ ഓളം ക്രിയേറ്റ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കൊറോണ ടൈം എന്തൊക്കെ പഠനമായതുകൊണ്ടേ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല, വീഡിയോ എടുക്കാന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. രാവിലെ എണീറ്റ കറക്റ്റ് വീഡിയോ എടുക്കുക. അപ്പൊ ഞാനും വൈഫും പെങ്ങളും ഉണ്ടാവും വീട്ടില്. അപ്പൊ ഞങ്ങൾ മൂന്നാളും പാടെ എണീക്കുക, വീഡിയോ എടുക്കുക. അതപ്പോ ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ഇപ്പോന്ന് പറഞ്ഞാൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടും. ശരിക്കും പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒറ്റയ്ക്കുള്ള വീഡിയോസ് ആണ് 2-3 മാസമായിട്ട് ഇടുന്നത്. ഇപ്പൊ ഞാൻ കുറെ ഗിവ് അവേകളും അങ്ങനത്തെ പിന്നെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളും. അപ്പൊ അതിലൊന്നും ഫാമിലിയുടെ ആവശ്യങ്ങളില്ല, ഞാൻ ഒറ്റയ്ക്കായിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്റ്റിൽ മല്ലു ഫാമിലിയെ ഇഷ്ടമുള്ളവരുടെ കമന്റ്സ് മൊത്തവും എവിടെ അമ്മ എവിടെ വൈഫ് എവിടെ ഇങ്ങനത്തെ കമന്റ്സ് ആൾക്കാർക്ക് ഒന്ന് കാണാതെ കഴിഞ്ഞ. ഇപ്പൊ ഇതിന് മുന്നേ വൈഫിന്റെ ഒരു പ്രശ്നം, ഞാനും അവളും ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ആൾക്കാരൊപ്പേക്ക് ഞാൻ ഡ്രാമ കളിച്ചാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാന്ന് പറഞ്ഞത്. ഇപ്പോഴും മറ്റേ വൈഫ് കുട്ടികളുടെ സ്കൂളിലേക്ക് പോയിനാണ്. ഇപ്പോഴും ആൾക്കാര് വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യുന്നതിനാണ് ഇവര് പ്രശ്നമായി, അതായി ഇതായി അങ്ങനെ എങ്ങനെ. പക്ഷെ ആൾക്കാർക്ക് ഇങ്ങനെ അറിയാനുള്ള ഒരു ത്വരയായിരിക്കാം. ഞങ്ങൾ പിന്നെ അതിനെ പറ്റി ഒന്നും മൈൻഡ് എടുക്കാറില്ല. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 5 വീഡിയോ അടുപ്പിച്ചിട്ടിട്ട് പിന്നെ ഒരു 2 വീഡിയോ വന്നില്ലെങ്കിൽ കമന്റ് വരുന്നത് പൊന്നൂസും സുജിനും പിരിഞ്ഞോ എന്നുള്ള രീതിയില്ല. അങ്ങനെയൊക്കെയാണ്. ഞാൻ പിന്നെ അതുപോലെ നമ്മൾ മൈൻഡ് കാണിക്കാറില്ല. ആദ്യമായിരുന്നു ഒരു നെഗറ്റീവ് ഒരൊറ്റ കമന്റ് വന്നാൽ മതി, ആ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ ഇതെന്താണ് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഒന്നും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അവന്റെ ഫേസ്ബുക്ക് കമന്റ് ഒക്കെ എടുത്താൽ നോക്കിയാണല്ലോ. അല്ല, ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ കമന്റ്സ് വരുന്ന കൂട്ടത്തില് ന്യൂസുമായിട്ടൊരു വഴക്കുണ്ടായിരുന്ന സമയം ഉണ്ടല്ലോ. ആ സമയത്ത് എല്ലാരും പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ വരുന്നത്. അല്ല, ആൾക്കാർക്ക് അതില് എന്റെ കൂടെ ഓട്ടോ സ്റ്റാൻഡിലുള്ള മറ്റൊരാളുണ്ട്. അയാളാണ് മറ്റേ അവള് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ ട്രോളിന് ഒരാൾക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അയാള് പിന്നെ അയാൾ ഞാൻ ചോദിച്ചു, ഈ വോയിസ് ഞാൻ ആ ട്രോൾ വീഡിയോയിൽ കണ്ടപ്പോ എന്റെ സ്റ്റാൻഡിൽ ഒരാളുടെ മറ്റാളാണ്. അപ്പൊ ഞാൻ ആളെടുത്ത് ചോദിച്ചു, ഞാന് ഇത് നിങ്ങളെ വോയിസ് അല്ലേന്ന്. അപ്പൊ ആള് പറഞ്ഞു ആളല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് വോയിസ് മാത്രം തെളിവുണ്ടെന്നില്ല.
പിന്നെ ആ വീഡിയോ ഇട്ട ആളെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ഇത് ആരാ അയച്ചു കൊടുത്തു എന്നുള്ളതിന്റെ ആ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടി. അതായത് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ, ആ വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ പോയി ചോദിക്കാമെന്നാണ്. പക്ഷെ പിന്നെ അത് എൻ്റെ സ്റ്റാൻഡിലുള്ള ഏട്ടന്മാർക്ക് ഞാനത് അയച്ചു കൊടുത്തു. ഓനാണ് അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ആളെന്തിനാ പറഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആളെ പേര് പറയട്ടെ, രാജു എന്നാണ് പേര്. ഒരു കുഴപ്പമില്ല. കാരണം എന്താ പറയുക, ഇതിന് മുന്നേ ഞാൻ സ്റ്റാൻഡിൽ അതിനെ പറ്റി വർത്താണ്ടാക്കാൻ വേണ്ടി നിന്നാണ്. അപ്പൊ പിന്നെ ആള് ഇന്ന് സ്റ്റാൻഡിലേക്ക് വന്നില്ല. ഞാൻ കുറെ വട്ടം ആൾക്ക് വിളിച്ചു എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആളന്ന് വീട്ടിലേക്ക് വരിക, സ്റ്റാൻഡിലേക്ക് വരികയെ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. ആളിപ്പോഴത് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അത് ആളാണ് അയച്ചു കൊടുത്തതെന്നുള്ളതിന് ആളുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ നിന്ന് അയച്ചതിന്റെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, നാട്ടിട്ടുണ്ട്. അല്ല ആള് അന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഞാൻ അൻഷാദ് ഷാക്കിർ ഞങ്ങളെല്ലാവരും പാടെയാണ് എൻ്റെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയി ചെയ്തത്. പക്ഷെ അയാള് പറഞ്ഞത് അയാളുടെ കമ്പനിക്കാർ അയാള് വീട്ടിലേക്ക് വന്ന് ചെയ്തു എന്നൊക്കെയാണ് അന്ന് അയാള് പറഞ്ഞത്. ഇവരൊക്കെ നിങ്ങളായിട്ട് അത്യാവശ്യം നല്ല കൂട്ടായിട്ടിരുന്ന അയ്യോ ഞാൻ പറയട്ടെ, ആ ഏട്ടനും ഞാനും അത്രയും കമ്പനി ആയിരുന്നു. ആൾ എന്തിനാ അങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല. ആളെ പേര് രാജു എന്നാണ്, ആളെ ഓട്ടോന്റെ പേര് ശ്രീനന്ദൻ എന്നാണ്. ഒക്കെ ഞാൻ പറയുമ്പോ തന്നെ അല്ല, ആൾ ഒരിക്കലും ഇത് ചോദിച്ചു വരില്ല. കാരണം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് തെളിവിന്റെ കയ്യിലുണ്ട്. അയാള് ആ ഒരു ട്രോൾ ചെയ്യുന്ന ആൾക്ക് കൂളായിട്ട് പറഞ്ഞു. കാരണം അതിന്റെ മുന്നടക്കം അയാൾ ഞാനും പാടെ ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പിന്നെ ഞാനത് കണ്ടീഷൻ അർച്ചീവ് ചെയ്തു. കാരണം ആള് ഞാൻ അത്രയും കമ്പനി സ്റ്റാൻഡില്. പിന്നെ അയാൾ അത് വിളിച്ചു പറഞ്ഞു, അതായത് വോയിസ് അയച്ചു, അവൻ കള്ളത്തരം കാണിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ. അത് നാളെ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്കറിയണമെന്നില്ല. ഞാൻ ചോദിക്കുമ്പോൾ ആൾക്ക് കുറേ വട്ടം വിളിച്ചു, ആള് ഫോൺ എടുത്തില്ല. സ്റ്റാൻഡിലെ ഏട്ടന്മാരോട് ഞാൻ വിളിപ്പിച്ചു, ഫോൺ എടുത്തില്ല. പിന്നെ വീട്ടിലേക്ക് പോയി ചോദിക്കുന്നത് മോശമല്ലേ, ഫാമിലിയൊക്കെ ഉള്ളതല്ല. അപ്പം പിന്നെ അത് വേറെ പ്രശ്നം ആവശ്യം പിന്നെ ചോദിക്കാൻ പോയില്ല. പിന്നെ ഇതുവരെയ്ക്കും ആളിന്റെ മുന്നിൽ വന്നിട്ടില്ല, ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അല്ല ഞാൻ പറയാ, അങ്ങനെ കൂടെ വെക്കണവർ തന്നെയാണ് നമ്മളതിനെങ്ങനെ കൂടെ വെക്കുന്നവർ ഒരുപാട് പേര് ചതിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അതിന്റെ പേരിൽ തന്നെ കുറെ നെഗറ്റീവ് കമന്റുകളും കുറെ പ്രശ്നങ്ങളും യൂട്യൂബിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറെ ആൾക്കാർ ഇങ്ങനെ ചവിട്ടിത്താത്ത നോക്കുമ്പോഴും പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഈ വീഡിയോസിലുള്ള കുറച്ച് കമ്മിയായപ്പോൾ ഞാനൊന്ന് കുറച്ച് കുണ്ടായിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് ലോക്കായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ആരൊക്കെ കൂടെ ഉണ്ട് കൂടെ ഇല്ല അതൊക്കെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ യൂട്യൂബൊക്കെ മറ്റേ പ്രൈം ടൈമിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിയുമ്പോൾ കൂടെ കൂടുന്ന ആളുകളും ഉണ്ടാവുമല്ലോ. അത് പിന്നെ ഒരു സമയത്ത് കുറച്ച് ഇല്ലാണ്ടായപ്പോ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അതെന്ത് ആൾക്കാരുടെ സ്വഭാവം എങ്ങനെ നിൽക്കും എങ്ങനെ ആവുന്നൊക്കെ നമുക്കറിയാൻ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ആ സമയത്ത് എന്റെ ഒരു വണ്ടി വിറ്റിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഓൾറെഡി വേറൊരു ക്രിസ്റ്റ ഉണ്ടായിരുന്നു, ഞാൻ ഷോറൂമിൽ തന്നെ ഇറക്കിയ വണ്ടി, പുതിയ വണ്ടി, ഫ്രഷ് വണ്ടി. അപ്പൊ ആ വണ്ടി ഞാൻ അന്ന് ഒന്ന് വിറ്റു. അപ്പൊ ഞാൻ വിറ്റപ്പോ തന്നെ എന്റെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് പറക്കെ ഞാൻ തന്നെ അങ്ങനൊക്കെ. പക്ഷെ ഇന്ന് പിന്നെ കയ്യിലെ വണ്ടി ഉണ്ട്, വേറെ കാര്യം. വണ്ടി എത്ര വണ്ടിയാണ് ഇപ്പൊ? ഞാൻ പറയാ. അപ്പൊ നമ്മളൊന്ന് ചെറുതായിട്ട് നോക്കിയപ്പോഴേക്ക് കൂടെ നടക്കണവരെ അപ്പുറത്തിരുന്നിട്ട് പറയും എന്ത് അതൊക്കെ ഞാൻ തന്നെ കുറെ കേട്ടിട്ടൊക്കെ ഉണ്ട്, അങ്ങനെ കുറ്റം പറയുക. അപ്പൊ പിന്നെ യൂട്യൂബിൽ തന്നെ നമ്മളെ കൂടെ നടക്കുന്നവരെ വന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കമന്റ്സ് ചെയ്യുക, അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് കൂടെ നടക്കുന്നവരെ കുറെ കാര്യങ്ങൾ കാട്ടിയിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലായിടത്തുനിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക അല്ലേ? എന്റെ ശരിക്കുള്ള നാട് ഇങ്ങനെ അവിടുന്ന് മഞ്ചക്കല് പിലാക്കട് എന്നൊക്കെ പറയും. ഇപ്പൊ ഞാനിപ്പോ താമസിക്കുന്നത് ചെർപ്പളശ്ശേരിയാണ്. ഇപ്പൊ ഞാൻ അങ്ങോട്ടായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ മാത്രം. നമുക്ക് ഇപ്പൊ ഹാപ്പിയാണ്, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളിയായിട്ട് തന്നെ പോണു. പിന്നെ അങ്ങനെ യൂട്യൂബ് ഞാൻ പറയില്ല, അങ്ങോട്ട് വിട്ടു. ഞാൻ ആദ്യം ഒരു ഫോൺ എടുത്താൽ പോലും കൂടിയും അപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടായിരുന്നു, പുതിയ ഫോൺ വാങ്ങി അത് വാങ്ങി ഇത് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലത്തെ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ പറയില്ല. അത് കൂടുതൽ ശത്രുക്കൾക്ക് തോന്നുന്നു കുടുംബക്കാരും അല്ലെങ്കിൽ നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞാനത് പറ്റേ നിർത്തി. ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോ ഗിവ് അവോളും അങ്ങനെ ചെറിയ ഓരോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ വേറെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ നമ്മള് ഹാപ്പി ആയിട്ട് പോണു, വേറെ കുഴപ്പങ്ങളൊന്നും. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളായാലും ഇന്റർവ്യൂവിന് വേണ്ടിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ആദ്യം ചോദിച്ചു ഞാൻ അതിനിപ്പോ പ്രശ്നമൊന്നും ഉണ്ടാക്കി. ഞാൻ ഏട്ടനോട് ചോദിച്ചത്, ഏട്ടൻ വെച്ചിന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ സുജിന്റെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ വേണം പറഞ്ഞു. അപ്പൊ ഞാൻ ഏട്ടനോട് ചോദിക്കണൊക്കെ ചെയ്തോനെ, ഏട്ടാ ഞാൻ അതിന്റെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണില്ലല്ലോ എന്ന്. കാരണം പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണല്ലോ ഞാനിപ്പോ എന്തെങ്കിലും യൂട്യൂബിൽ ചെറുതായിട്ട് എന്റെ വാക്കാലം എന്തെങ്കിലും പഴഞ്ഞാൽ പോലും കൂടി അപ്പൊ മറ്റോരോരുത്തർ വിളിക്കും, മറ്റേ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ വിളിക്കും. അപ്പൊ ഞാൻ ചോദിക്കേട്ടോ അതാ ചോദിച്ചത്. ഞാൻ അപ്പൊ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഞാൻ അപ്പൊ തന്നെ വിളിച്ചിട്ട് വേഗം ഞാൻ മല്ലു ഫാമിലി ട്രോളിന്ന് കടിച്ചു നോക്കി യൂട്യൂബിൽ. കാരണം ഞാൻ പറഞ്ഞ എന്തെങ്കിലും വള്ളി വന്നോന്ന് അറിയില്ലല്ലോ. പിന്നെ ഇല്ലാതെ തോന്നി. അതാ ഞാൻ വിളിച്ചപ്പോ ചോദിക്കാൻ കാരണം അതായിരുന്നു എന്ന് പറയാ. അതെ, എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു വ്ലോഗ് ഇനി ഉണ്ടാവോ? തീർച്ചയായിട്ടും. അത് പറഞ്ഞല്ലേ, മറ്റേ ഒരു തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. ഇപ്പൊ ആൾക്കാർക്ക് നമ്മൾ തിരക്കാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ നമ്മളുടേതായ ജീവിതം ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിരിക്കും. അപ്പൊ അതില് വീഡിയോ എടുത്ത് കറക്റ്റ് പോസ്റ്റ് ആക്കാനുള്ള ഒരു സമയം നമുക്ക് കറക്റ്റ് ഡെയിലി കിട്ടണില്ല. എന്തായാലും ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ടല്ലോ അമ്മേനെ കാണണം എന്നൊക്കെ. നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മ
അമ്മ വിളിക്ക്. ദേവോ. അപ്പം എന്തായാലും അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ കാണുന്നവർക്കെങ്കിലും ഒരു സമാധാനമാവട്ടെ അല്ലേ, അതെ, അതെ, അതെ. ഒരുമിച്ചൊക്കെ കണ്ടിട്ട്. അമ്മ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? അല്ല, അമ്മക്ക് ഇപ്പൊ തിരക്കാണേ. അമ്മ ഇപ്പൊ എന്താ പറയാ, ആദ്യം serial വായിച്ചായിരുന്നു. കാണുക. ആ, അപ്പൊ ഭയങ്കര തിരക്കാണ്, അതാണ്. അതെ. ആദ്യമൊക്കെ ആദ്യമൊക്കെ വായിച്ചായിരുന്നു, ഇപ്പൊ വായിക്കില്ല. വായിക്കുന്നില്ല. ആദ്യം പറഞ്ഞാൽ ഞങ്ങൾ 7 മണിക്ക് വീഡിയോ ഇട്ടാ ആ ബൈക്കിന്റെ ഇഷ്ടം ഉണ്ടായതിനു ശേഷം ഞാൻ കമന്റ് നോക്കില്ലേ. ഇല്ല, വേണ്ട, മടുത്തു. ആദ്യം തന്നെ പറഞ്ഞില്ല, 7 മണിക്ക് വീഡിയോ ഇട്ടാ ഒരു 8 മണിക്ക് ആകുമ്പോഴേക്ക് കമന്റ് നോക്കും ഞങ്ങള് ഡെയിലി. ആ സമയത്ത് എപ്പോഴും നോക്കിയായിരുന്നു. പിന്നെ ആ ഒരു നെഗറ്റീവ് കമന്റ് വന്നതിന് ശേഷമാണ് എല്ലാവർക്കും അതൊരു ഇതായി. കാരണം മറ്റേ ഇനിയിപ്പോ ടെൻഷൻ ആ ഒരു സമയത്ത് ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് ഒരു പേടിയിട്ടായിരുന്നു. അതെ. പിന്നെ അതവിടെ വിട്ടു. പിന്നെ ഇപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ അമ്മേനെയൊക്കെ തിരക്കുന്നത് ഇഷ്ടം കൊണ്ടല്ലേ എല്ലാരും? ഇപ്പോഴും ഇവിടെ ഓരോരുത്തർ വരാറുണ്ട് കാണാന്. ആ. ഇപ്പോഴും അതുപോലെ ഓരോരുത്തർ അന്വേഷിച്ച് വരാറുണ്ട് ഇങ്ങോട്ട് വീട്ടിക്ക്. ആണോ? പിന്നെ അല്ലാതെ ഈ വീഡിയോ കാണുന്ന ആള് കാണാ ഇപ്പോഴും ആൾക്കാർ അറിയുകയൊക്കെ ചെയ്യാ. ഇപ്പോഴും ആൾക്കാർ തെരഞ്ഞു വരാറുണ്ട് ഇങ്ങോട്ട്. ഞാൻ ആദ്യത്തെ എന്റെ വീടിന്റെ ലൊക്കേഷൻ അത് മാപ്പിൽ വെച്ചിരുന്നു ഞാന്. അതായത് ആദ്യം ചെയ്യുമ്പോ. അപ്പൊ പിന്നെ അന്നൊരു ഒന്നും കൂടി റോഡ് സൈഡിലായിരുന്നു ഞങ്ങളെ വീട് അന്നുണ്ടായിരുന്നു. അപ്പൊ പോണവരും വരുന്നവരും ഒക്കെ വീട്ടിൽ ഇറങ്ങിയിരുന്നു. സന്തോഷം, ആൾക്കാർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് അവിടുന്ന് മാറിയതിന് ശേഷം പിന്നെ ഇത് വീട് ആർക്കും അറിയില്ല. കാരണം ഇങ്ങോട്ട് മാറിയതിനു ശേഷം ഞാൻ ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വീഡിയോസുകൾ പോസ്റ്റ് ആക്കിയിട്ടില്ല യൂട്യൂബില്. അപ്പൊ ആൾക്കാർക്ക് ഈ ഒരു വീട് അറിയില്ല. പക്ഷെ എന്നാലും തെരഞ്ഞ് ഇവിടെ കല്യാണം അത് ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാർ ആ മല്ലു ഫാമിലി ഒക്കെ പറഞ്ഞിട്ട് വരാറൊക്കെ ഉണ്ട്, സംസാരിക്കാൻ കാണാറൊക്കെ ഉണ്ട്. അമ്മ എന്തുപറ്റി സൈലന്റ് ആയിട്ട് നിക്കുന്നത്? പെട്ടെന്ന് കുറച്ച് നാൾക്ക് ശേഷം ക്യാമറ ഒക്കെ വന്നോണ്ടാണോ? ഇപ്പൊ കൊറേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പൊ അതിന്റെ ഒരു ഇതായിരിക്കാം. ഇച്ചിരി കഴിയുമ്പോ ഓക്കെ ആവോ? രാവിലെ നമ്മൾ വന്നപ്പോഴും പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ വിടുന്നതിന്റെ ഒക്കെ തിരക്കിലായിരുന്നല്ലോ. അമ്മയ്ക്ക് തീരെ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. അല്ല, കുട്ടിയുടെ താവട്ടെ, ഞാൻ എന്നും അവന്റെ പരിപാടിക്ക് പോക്കുണ്ട് സ്കൂളിലേക്ക്. അപ്പൊ അവിടെ പോവാൻ വേണ്ടിട്ട് നിക്കായിരുന്നോ? തുടങ്ങാൻ 11:30 തുടങ്ങാൻ പറഞ്ഞു. അപ്പോഴേക്ക് പോവാ വിചാരിച്ചു. ഇപ്പൊ ഇവിടെ വന്നപ്പോ ചെക്ക് വിടണമെന്നില്ലേ, അപ്പൊ അവൻ ഒറ്റയ്ക്ക് ആക്കി കൊടുത്തത്. അപ്പൊ അമ്മ കൂടെ പോണായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചേരം നിക്ക് പറഞ്ഞു. അപ്പൊ അമ്മ അങ്ങനെ നിന്നാണ്. അതെ. അമ്മ പിള്ളേരൊക്കെ വലുതായി വരുന്തോറും എങ്ങനെ അവരുടെ പുറകിന് ഓട്ടം കൂടിയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇല്ല. എന്ത് കുസൃതി കുറുമ്പ് ഒന്നും കൂടിയിട്ടില്ല? കുസൃതിയൊക്കെ ഉണ്ട്. അവര് രണ്ടാളും കൂടി അടികൂടുകയൊക്കെ ചെയ്യും. പക്ഷെ അവര് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയില്ല. ഇപ്പൊ ഈ TV ഉണ്ടാവിട്ട് അതിന് മുന്നിൽ ഇരിക്കും. അല്ലാതെ പുറത്തേക്കൊന്നും അങ്ങനെ പോകും. കൊച്ചിലത്ത് ഇവരുടെ രണ്ടാളുടെ സ്വഭാവം, കുഞ്ഞൂസിന്റെ സുജിന്റെ ഒക്കെ സ്വഭാവം പോലെയൊക്കെ തന്നെയാണോ? ഏകദേശം അതേപോലെ തന്നെ. അതെ. ഇവരിൽ രണ്ടാളിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കൂടുതൽ? അതവളാണ്. അന്ന് അവളായിരുന്നു. ഇപ്പൊ പേനാ കുരുത്തക്കേട്. രാവിലെ എന്തോ കിട്ടിയത് കണ്ടല്ലോ കുളിക്കാൻ നേരം. ഇപ്പൊ പിന്നെ വാശി, മറ്റവൾക്ക് വാശി കുറഞ്ഞു. അവളിപ്പോ ഒരു കുട്ടിയായി, ഒരു കുടുംബമൊക്കെ ആയില്ലേ. അപ്പൊ അവൾക്ക് ദേഷ്യത്തിനെ പറ്റിയിട്ട് കുറെ ബോധ്യം വന്നു തോന്നുന്നു. പക്ഷെ അപ്പൊ വലുതായപ്പോ ദേഷ്യം കൂടുതലാ. അങ്ങനെ വെറുതെ പറയണ. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരുന്നവർക്ക് പെട്ടെന്ന് ദേഷ്യം പോകുന്നാ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണോ? അത് ശരിയാ. അതെ. അത് കുറച്ച് കഴിയുമ്പോ മാറും. അതെ. അമ്മേനോടാണോ ഏറ്റവും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്? ഇങ്ങോട്ട് അങ്ങനെ ദേഷ്യപ്പെടുന്നില്ല. എന്നാല് നമുക്ക് നേരെ സമയം നോക്കണ്ടേ ഓരോന്ന് പറയാൻ. അത് നോക്കാതെ പ്രതികരിക്കും. രാവിലെ അറിയോ, പിണക്കത്തിലാണെന്നാ തോന്നുന്നു ഇപ്പോഴും. ഞാൻ കുട്ടിയുടെ കൂടെ പോട്ടെ, ഞാൻ എന്തിനാ നിക്കണെന്ന് ചോദിച്ചത് തന്നെയാണ് അവരോട്. ഇത് നിങ്ങളൊരു പെട്ടെന്നായതല്ലേ, ഏട്ടൻ്റെ അടുത്ത് അടുത്ത ആഴ്ചന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഞാനേ മറ്റേ ചിലപ്പോ ഇന്ന് രാത്രി ഞാൻ കൊടൈക്കനാല് പോകും. അപ്പൊ പോയപ്പോ അപ്പൊ ഏട്ടനോട് ചോദിച്ചപ്പോ പറയാം, ഞാൻ വന്ന് കുറച്ച് തിരക്കുണ്ടായിരിക്കും. അപ്പൊ ഏട്ടനോട് പറഞ്ഞു നാളെ തന്നെ പറ്റു വെച്ചു. അപ്പൊ ഞാൻ എടുത്താൽ ഞാൻ ആന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങളൊരു ഇന്നലെ വിളിച്ചു, ഇന്ന് വരവാണ് നിങ്ങളുടെ. അപ്പൊ അതുണ്ടായത്. അപ്പൊ അതിലിപ്പോ അമ്മടത്ത് ഞാൻ ഇന്നലെ രാത്രി, ഞാൻ ഇന്നലെ വരുന്ന എത്ര മണിക്കാ, 1 മണിയോ 12 മണി എത്രട്ടായിരുന്നു വീട്ടിലേക്ക് വന്നപ്പോ. അപ്പൊ അമ്മ നല്ല ഉറക്ക. അപ്പൊ അപ്പഴ അമ്മടത്തോട്ട് തട്ടി എണ്ണിപ്പിച്ചിട്ട് അമ്മ നാളെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ടോ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോ ഞങ്ങളോട് വെക്കേ ഇന്നോട് ചോദിക്കണ്ട, നിങ്ങൾ എന്തെങ്കിലും ഏൽക്കുമ്പോന്ന്. ഞാൻ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇവനെ ഏൽക്കുമ്പോ ഞങ്ങളോട് ചോദിക്കണ്ടേ ഞങ്ങൾക്ക് എന്തെങ്കിലും വിസിണ്ടോന്ന്. അതാ ദേഷ്യപ്പെട്ട് രാവിലെ. ചുമ്മാ രണ്ടാളും ഉടക്കി നിൽക്കരുത്. രാവിലെ ഞാൻ എണീറ്റപ്പോ അമ്മടുത്ത് പറയണേ അമ്മ. അപ്പൊ ഏട്ടൻ രാവിലെ ഞാൻ എണീറ്റപ്പോ മെസ്സേജ് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അമ്മടുത്ത് പറഞ്ഞതിന് മറ്റേ അമ്മ മറ്റേ അവര് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതിന്. അപ്പൊ ഇവിടെ ചോദിക്കട്ടെ, അത് ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല പോവാണെന്ന് അതൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ഉണ്ടാക്കിയ ഞാനത്
അല്ല ഞാൻ വെറുതെ പറഞ്ഞോ അങ്ങനെ ചെയ്യാറില്ല. അല്ല ഞാൻ പറയാം, എനിക്ക് അമ്മ മറ്റൊന്ന് ത്രെഡ് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അമ്മ അവളപ്പം പോയിട്ട് പതുക്കെ ചെയ്യും, ത്രെഡ് ചെയ്യും. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഇതാക്കുന്നത്. ഈ ചുരിദാർ ഇടിപ്പിക്കണപ്പോ പെങ്ങളാണ്. എനിക്ക് അമ്മ സാരി എനിക്ക് അതാ ഇഷ്ടം. സാരി ചുരിദാറല്ലേ കംഫർട്ടബിൾ? അല്ല പിന്നെ കാലത്തിനൊപ്പം മാറണ്ടേ മോളു, അവരൊക്കെ കാലത്തിനനുസരിച്ച് മാറണ്ടേ. ഞാൻ എപ്പോഴും അതേപോലെ പേന് ഷർട്ടും മുണ്ടും സാരി എടുത്ത് മതി ഉണ്ടായ പിന്നെ സാരി തന്നെ ഇത്രയും കാലം എടുത്തിട്ടുള്ളൂ. ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ ചുരിദാർ. ഇപ്പോഴാണ് അല്ല ഞാൻ പറയാം, എനിക്കതായിരുന്നു ഇഷ്ടം എന്നറിയാം. അപ്പൊ രാവിലെ എണീറ്റപ്പോ അമ്മയുടെ അടുത്ത് അതിങ്ങനെ പറഞ്ഞു, പിന്നെ അതിന്റെ ഒരു ചൂടിൽ അങ്ങനെ നിക്കറതോ. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ കുട്ടിയടുത്തേക്ക് പോണം എന്ന് പറയണ്ടേ, ഇത് കഴിഞ്ഞ പൊക്കോ. ഞാനത് ആലോചിച്ചതേ, വന്നപ്പോ തന്നെ ഒരാൾ ഇങ്ങോട്ട് നിൽക്കുന്നു. വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ തല്ലപ്പോ വഴക്ക് ഇങ്ങോട്ടേക്കാ. ആര് വന്നാലും നമ്മൾ ആ ദേഷ്യം കാട്ടില്ല. അത് വീട്ടിലുള്ള ദേഷ്യം വരുന്നവരോട് നമുക്ക് കാണിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിക്കാണ്ടാണ് നമ്മളെ വിളിച്ചത്. അത് ഇന്നലെ ഏട്ടൻ രാത്രി വിളിച്ചു. പിന്നെ ഞാൻ നല്ല രാത്രി വീട്ടിൽ വന്നതിന് പറഞ്ഞില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പൊ അമ്മ ഉറങ്ങുമ്പോ ഞാൻ പോയി പറഞ്ഞു. ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ അങ്ങനെ വിട്ടു. അതുണ്ടായത്. പിന്നെ അതവിടെ കഴിഞ്ഞു. പെട്ടെന്നുള്ളൊരു കാര്യം കളഞ്ഞില്ലായിരുന്നു. അതെ. പിന്നെ അമ്മ രാവിലെ അങ്ങനെ തന്നെ അതിൽ വെച്ചിരുന്നു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഒറ്റയ്ക്ക് നിന്നാ പോരെന്ന് ഞാൻ ചോദിച്ചതാ രാവിലെ. അപ്പൊ അവര് പോരാ, ഞാൻ നിക്കണം. അതാ പറഞ്ഞത്. കുട്ടിയുടെ കൂടെ പോവാതെ ഇവിടെ നിൽക്കുമ്പോ ഒരു മനസ്സിന് അമ്മ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയാണ് ഈ യൂട്യൂബ് ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ പിള്ളേരൊക്കെ കാര്യം നോക്കി വീട്ടില് സമാധാനം TV ഒക്കെ കണ്ട് സന്തോഷല്ലേ? കണ്ട സീരിയലിനെ കണ്ടിട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല, സന്തോഷമൊക്കെ തന്നെ. സങ്കടം ഇതപ്പോ മനുഷ്യനല്ലേ, സങ്കടം ഇല്ലാതെ ഇരിക്കില്ല. എപ്പോഴേലൊക്കെ ഒരു സങ്കടം ഉണ്ടാവും. അല്ലാതെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പൊ വീട്ടില്. സന്തോഷമായിട്ട് അങ്ങനെ പോണു. ആദ്യം പറഞ്ഞ പോലെ എന്ത് ചെയ്താലും ഞങ്ങൾ അപ്പോഴും അപ്പത്തിന് വീഡിയോ എടുക്കും. ഇപ്പൊ ഒരു ചിക്കൻ വാങ്ങിയാ അപ്പൊ അതൊരു കണ്ടന്റ് ആക്കും ഞങ്ങള്. ഇപ്പൊ പറഞ്ഞ അങ്ങനത്തെ ഒരു വീടിന്റെ ഉള്ളിൽ ഒരു ക്യാമറ ഓണാക്കണ പരിപാടി ഇപ്പൊ ഞങ്ങളില്ല. ഇല്ല. ഇപ്പൊ ഞങ്ങളുടേതായ രീതിക്ക് അങ്ങനെ നടക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളൊരു മലേഷ്യ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുട്ടികളുടെ വെക്കേഷന്. അതും കൂടി ഞാൻ കറക്റ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആദ്യം പറഞ്ഞാൽ ഞങ്ങള് തലേദിവസം പെട്ടി പാക്ക് ചെയ്തതിന് തൊട്ടിട്ട് ഇവിടെ തിരിച്ച് വരുന്ന വരയ്ക്ക് ആ വീഡിയോസ് ആ പെട്ടിയൊക്കെ കൊടുന്ന് വെച്ച് പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ എണീക്കുന്നതൊക്കെ വീഡിയോ എടുക്കും. പക്ഷെ പല ട്രിപ്പ് പോലും കൂടി ഞങ്ങള് ആ നോർമലായിട്ട് തന്നെ പോണ 2 വീഡിയോ മാത്രം എടുക്കലാണ്, വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടാകുന്നില്ല. ചേട്ടാ സമാധാനം എപ്പോഴാ കൂടുതൽ? ഇപ്പോഴാണോ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ടൈമിലായിരുന്നോ കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റിയത്? ഒരു ഫാമിലി ലൈഫിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റിയത് സമാധാനം? അല്ല, അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും വലിയ കുഴപ്പമൊന്നും ഇപ്പല്ല. പിന്നെ എപ്പോഴും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ എപ്പോഴും അതുണ്ടാവുമല്ലോ. ഞാൻ അതല്ല ചോദിക്കുന്നത്, നമ്മുടെ ഇപ്പൊ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ എല്ലാരും പറയുമല്ലോ റിയൽ ലൈഫും റിയൽ ലൈഫും ഡിഫറെന്റ് ആണെന്നൊക്കെ. അപ്പൊ നമ്മള് വീട്ടിലെ കണ്ടന്റ്സ് ഒക്കെ ഇങ്ങനെ ഇടുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുമല്ലോ. കാരണം വീട്ടിലാകുമ്പോൾ റോ ആണ്, എന്തെങ്കിലും അറിയാണ്ടൊക്കെ പുറത്ത് പോകും, കുറച്ചുകൂടെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പോഴാണോ അപ്പോഴാണോ ഇച്ചിരി കൂടെ സമാധാനം ലൈഫിന്, കുറച്ചുകൂടെ ഹാപ്പിനെസ് ലൈഫിന്? അതായത് റീലും നല്ല മാറ്റമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് പോണത് ഇപ്പോഴാണ്. ആദ്യം പറഞ്ഞാൽ എന്താ, എന്ത് പറഞ്ഞാലും നമ്മളതൊരു വീഡിയോ ഇറന്നു, അത് ഞാൻ അവളും തമ്മിൽ അതിന്റെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അതായത് ഇപ്പൊ വൈകുന്നേരത്തെ 7 മണിക്ക് വീഡിയോ ഇടണം. അപ്പൊ ചില സമയത്ത് ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവളുടെ അടുത്ത് എടുക്കാൻ പറയും ഞാന്. അപ്പൊ അവളത് എടുക്കില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ അവളും പാടെ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തനം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ പെങ്ങളാണെങ്കിൽ പോലും പെങ്ങള് ഞാനും പാടെ അതിനെ പറ്റി അടി ഉണ്ടാവും. പിന്നെ പറയില്ല, ഇപ്പൊ യൂട്യൂബ് എന്നുള്ള സംഗതി ഞങ്ങൾ ഇതെന്താണ് മാറ്റി വെച്ചപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ മാത്രം വീഡിയോസ് ചെയ്ത് അല്ലെങ്കിൽ പറയില്ല ആ ഇതായിട്ട് ഇങ്ങനെ മുന്നിക്ക് പോണു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ അടിപൊളിയായിട്ട് തന്നെ പോണു. അമ്മേനെയൊക്കെ നിങ്ങൾ കുറെ പ്രാങ്ക് ഒക്കെ കൊടുത്തിട്ടില്ലേ ഇടയ്ക്കൊക്കെ? അയ്യോ, പ്രാങ്ക് ഇഷ്ടം പോലെ. ഞങ്ങൾ ആ ഒരു സമയത്ത് പറഞ്ഞാ പെട്ടെന്ന് ആ സമയം പറഞ്ഞ എല്ലാവർക്കും റീച്ച് കിട്ടാൻ പെട്ടെന്ന് അടിപൊളി പ്രാങ്ക് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പ്രാങ്കിന്റെ പരിപാടി തന്നെ ഒരു സമയത്ത് ഫുള്ള്. അമ്മയുടെ അടുത്ത് ഏറ്റവും തല്ല് കിട്ടിയ പ്രാങ്ക് ഏതാ ഓർമ്മയുണ്ട്? അത് മറ്റേ ഞാനൊരു വേറൊരു കോള് വിളിക്കുന്ന പോലെ കാട്ടിയിട്ട് ആദ്യം അവള് വന്ന് എന്നെ തല്ലിടും. പിന്നെ അതിൽ അമ്മ അവളൊപ്പം നിന്നിട്ട് എന്നെ തല്ലിടും. ആദ്യം വീട്ടിൽ മേമ ഉണ്ടായിരുന്നു. അപ്പൊ മേമ ഇപ്പൊ മാരേജ് കഴിഞ്ഞ് പോയി. അപ്പൊ ആ ഒരു സമയത്ത് മേമ ഉണ്ടാവുന്ന വീട്ടില് അതിനാ തോന്നുന്നു എനിക്ക് എപ്പോഴും അടിയിട്ടാറുണ്ട്. അതായത് ഇവര് പ്രാങ്കിൽ കാണിക്കുമ്പോ അമ്മ അപ്പ അവളൊപ്പം നിന്നിട്ട് ഇന്നെ തല്ലുക, മറ്റേ എന്നോട് പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെയാണ്. പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതന്നെയാണോ അമ്മ ഏറ്റവും ദേഷ്യം വന്ന പ്രാങ്ക്? അതന്നെ, ആ റൂമിൽ അടിച്ചത്. അതെ, നല്ലത് കൊടുത്തോന്ന്. അതാണ് ഏറ്റവും വലിയ പ്രാങ്ക്. അപ്പൊ ഇപ്പൊ സ്കൂളിൽ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക അല്ലെ? ഇപ്പൊ പോണോ അല്ലേ? പോണം, 11:30 തുടങ്ങും പറഞ്ഞു. അപ്പോഴേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയുടെ കാര്യം നടക്കട്ടെ, നമുക്ക് അപ്പൊ കണ്ടിന്യൂ അല്ലേ? ഓക്കെ.
അപ്പൊ അമ്മ പോയി. ചേട്ടാ, ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ ഒരു പുതിയ വീടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്ത് പറ്റി പിന്നെ ആ വീടൊക്കെ? ആ വീട് ചെറുതായിട്ടൊന്ന് വിറ്റു. വേറെ ഒന്നുമില്ല, ആ വീട് ഇപ്പൊ അതങ്ങട്ടെ മറ്റേ കറക്റ്റായിട്ട് മുന്നിൽ കുറെ കാര്യങ്ങൾ പോകണമെന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ആ വീട് വിൽക്കേണ്ട ആളെ വിറ്റിട്ട് പിന്നെ വേറെ വീട് വാങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ രാശി അതിനകത്തൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? അത് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇതാണ്. എനിക്ക് ഇങ്ങനെ ആദ്യം ഈ ഒരു ദൈവത്തില് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഗതിയിലൊന്നും വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കാരണം നമ്മള് പരക്കുണ്ടായിട്ട് കിടക്കാണ്. കാരണം ഒരിക്കലും അത് ഒരു നല്ല സമയം ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. എന്ത് ചെയ്തിട്ട് ലൈഫിൽ ഒരു ഇതില്ല എന്നുള്ള? അല്ല, ഞാൻ ആ സമയത്ത് ഗൾഫിക്ക് പോകാനൊക്കെ വിസ നോക്കുക, പക്ഷെ വിസ കിട്ടണമെന്നില്ല, എങ്ങനെ ഒരു കാര്യം നടക്കണമെന്നില്ല. പിന്നെ വരില്ല. പിന്നെ നമ്മളെ എന്റെ കൈക്ക് പൈസ വരുമ്പോ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിലൊരു വിശ്വാസം ആവാൻ തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകും. പിന്നെ അമ്മയൊക്കെ ഭയങ്കര ഇതായി. പിന്നെ എനിക്ക് ആ വീടും ചെറിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു ഐശ്വര്യം, ഒരു കമ്മി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞു നമുക്ക് വീട്, ആ വീട് പറഞ്ഞ ഞാൻ എടുത്ത് ചാടി വാങ്ങിയതാ, ഒന്നും നോക്കാണ്ട് കാണാതെ. അല്ല, ഞാൻ ഇപ്പൊ എന്താ ചെയ്യുമ്പോ അമ്മയുടെ അടുത്ത് നിന്ന് ആദ്യം ചോദിച്ചിട്ടേ എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പൊ ആ സമയത്തിന് പെട്ടെന്ന് അന്ന് അമ്മയുടെ അടുത്ത് ഞാൻ അമ്മ ആ വീടിനെ പെട്ടെന്ന് കാണാം. അത് അന്ന് ഞാൻ പറയും യൂട്യൂബിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ആ യൂട്യൂബില് ബൈക്കിന്റെ പ്രശ്നം, വീടിന്റെ പ്രശ്നം. അപ്പൊ ഞാൻ പെട്ടെന്ന് വാങ്ങിയ വീടാണത്. വീട് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. അമ്മടുത്ത് ചോദിച്ചപ്പോ അന്ന് തന്നെ അമ്മ പറഞ്ഞു ആ വീട് വാങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് എടുത്ത് ചാടിയിട്ട് വീട് വാങ്ങിയതാണ്. പിന്നെ അതങ്ങോട്ട് എനിക്കൊരു മൊത്തത്തിൽ എനിക്കൊരു നഗടിച്ചു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആ വീട് വിൽക്കാന്ന് വിചാരിച്ചിട്ട് അതവിടെ വീട് വിറ്റു. പിന്നെ ഞങ്ങൾ ഇവിടെ വീട് വാങ്ങി. പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഹാപ്പിയാണ്. പിന്നെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസുകളിലും കാര്യങ്ങളൊക്കെ കുറച്ചാണ് നിർത്തി. ഇതൊരു സ്വപ്നമായിരുന്നു, ഇങ്ങനെ കുറെ കാസ് ഇങ്ങനെ നിർത്തിയിടണം, ഒരു ഗ്യാരേജ് സെറ്റപ്പ് പോലെ ചെയ്യണം. ഇത് വേറെ ആളെ സ്ഥലമായിരുന്നു. അപ്പൊ എനിക്ക് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇതാവണം എന്നുള്ളതുകൊണ്ട് ആ വണ്ടി വാങ്ങി. ആദ്യത്തെ സ്വിഫ്റ്റ് മാത്രമാണ്, അപ്പൊ അത് ഞാൻ അവിടെ ഇട്ടായിരുന്നേ. പിന്നെ എല്ലാരും എല്ലാ വണ്ടി വാങ്ങണ ആളെ അല്ല, എല്ലാവരും വണ്ടി പ്രാന്തന്റെ ആഗ്രഹമായിരിക്കും. വീടിന്റെ സിറ്റ് ഔട്ട് തന്നെ നോക്കുമ്പോ മുറ്റത്ത് വണ്ടി നിരന്ന് കിടക്കുന്നത് കാണാൻ എല്ലാവരും ആഗ്രഹമായിരിക്കും. എനിക്കും ഒരാഗ്രഹം. അപ്പൊ ഈ ഒരു സ്ഥലം അങ്ങനെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ വണ്ടി നിർത്തേണ്ട രീതിക്ക് തന്നെ ഇവിടെ ഇങ്ങനെ വരിവരിക്കാക്കി നേരെ കറക്റ്റ് ആയിട്ട് ഇട്ടു. എനിക്ക് അവിടെ നിന്ന് നോക്കുമ്പോ തന്നെ രാവിലെ എണീറ്റ നേരെ തന്നെ നോക്കുമ്പോ വണ്ടി കിടക്കണം അങ്ങനെ കാണാം. ഒരു സന്തോഷം മനസ്സിന്, അതല്ല എന്തെങ്കിലും ഒരു പ്രൈസ് കൊണ്ടേ. കുറെ കൂടെ വണ്ടിയൊക്കെ വന്ന് കൂടട്ടെ ഇങ്ങോട്ട്. അതെ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത വർഷം ആവട്ടെ, എടുക്കണം, ഓരോന്നോരോന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതെ, ഒരു വലിയൊരു കളക്ഷൻ തന്നെ ആവട്ടെ. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ അധികം വീഡിയോസ് ഇടാതിരുന്നിട്ട് പോലും പലരും നിങ്ങൾക്ക് എതിരായിട്ടൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അത് റിലേറ്റഡ് ഒന്നുമില്ല. പക്ഷെ വേറെ ആളുകളൊക്കെ വീണ്ടും അപ്പൊ നിങ്ങൾ അതിന് റിപ്ലൈ ആയിട്ടൊക്കെ വീഡിയോസ് കൊടുക്കുന്നുണ്ട്, ചില വീഡിയോ ഒക്കെ ഇടുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ ഒരു പൊന്നൂസിനെ പറ്റി പറഞ്ഞ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് അതും ഇതേപോലെ എന്റെ ഒരു ഫ്രണ്ടാണ്, എനിക്ക് അതിനെ പറ്റി അറിയില്ല, പറഞ്ഞോന്ന് അറിയില്ല. ഒരു പെൺകുട്ടി ഉണ്ട്, ആ പെൺകുട്ടിയുടെ അടുത്ത് അവൻ എന്തോ ഇവളെ പറ്റിയിട്ടും വേറെ കുറച്ച് യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടും മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറെ ഈ യൂട്യൂബേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഒരാള് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ മെസ്സേജ് സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടാണ് മെസ്സേജ് അയച്ചതിനെ പറ്റിയിട്ട്. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കറക്റ്റ് ആ കുട്ടിക്ക് മെസ്സേജ് അയക്കണതും ആ കുട്ടിക്ക് വിളിക്കണമൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് തന്നെ ഞാൻ എന്റെ ചാനലിൽ പോസ്റ്റ് ആക്കിയിട്ടാണ് വന്ന്. ആ കുട്ടി പറയണത് മറ്റേ 3 വർഷം മുന്നേ മെസ്സേജ് അയച്ച കാര്യമാണെന്നൊക്കെയാണ് പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇപ്പൊ അവര് തമ്മിൽ എന്തോ ഇഷ്യൂ ആയി പിരിഞ്ഞപ്പോ മറ്റേ ആ കുട്ടി പോയിട്ട് ഇപ്പോ അവന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവ എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ അത് 3 വർഷം മുന്നേ 2 വർഷം മുന്നുള്ള കാര്യം ഇപ്പൊ പോയി പറയേണ്ട ആവശ്യം അവർക്കില്ല. പിന്നെ അതിന്റെ ബേസിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോ വേറൊരു യൂട്യൂബിലത്തെ ഒരു സ്ത്രീനെ വിളിച്ചിട്ട് എന്നോട് പറയുന്നൊക്കെ പറയുകയോ ചെയ്തു, ഞാനും സംസാരിക്കുകയോ ചെയ്തു. പിന്നെ അവർ അതിന്റെ പേരിൽ അങ്ങനെ കേസ് കൊടുത്തു. പിന്നെ അതങ്ങനെ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടോ ഞാൻ. ലേഡി നിങ്ങളുടെ എതിരായിട്ട് ഫസ്റ്റ് ടൈം ആണോ വീഡിയോ ഇടുന്നത്? എനിക്കവരറിയില്ല, എനിക്ക് അറിയുന്നില്ല. എനിക്ക് അന്ന് പൊന്നൂസാണ് മറ്റേ അവരുടെ വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചിരുന്നത്. നമ്മളെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് അയച്ചിരുന്നത്. അന്നാണ് അവരെനിക്ക് അറിയണത്. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പിറ്റത്തെ ദിവസം അന്ന് രാത്രി തന്നെ തോന്നുന്നു അവരെനിക്ക് വിളിച്ചു. മറ്റേ എങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ കേസ് കൊടുക്കും അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേസ് കൊടുക്കുമ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേസ് കൊടുത്ത് ഞാൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് തന്നെയായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടായത്. അവന്റെ 2 വർഷം 3 വർഷം മുന്നുള്ള കാര്യം നിങ്ങൾ എന്തിനു പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ പോലീസുകാർ ആ കുട്ടിയുടെ അടുത്ത് തന്നെ ഇന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവര് എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞ പ്രശ്നമാണ് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ടാവുന്നത്. പിന്നെ അത് റെഡി ആയി. പിന്നെ അവരപ്പോ പറഞ്ഞു മറ്റേ വീഡിയോ ഒന്ന് പ്രൈവറ്റ് ആക്കിക്കളാം, ഡിലേ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അപ്പൊ ക്ലിയർ ആയില്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ആ വീഡിയോ അങ്ങനെ പ്രൈവറ്റ് ആക്കി അത് അവിടെ വിട്ടു. പക്ഷെ പിന്നെ ആ ഒരു സ്ത്രീ വീണ്ടും വീടിട്ട് തോന്നുന്നു. ഞാൻ പിന്നെ വരില്ല യൂട്യൂബിൽ അങ്ങനെ. എനിക്ക് പിന്നെ ഒന്നാമത് ഈ ഒരു നെഗറ്റീവ് കമന്റ് എന്നുള്ള സംഗതിയോട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ഇപ്പോ ട്രോള് വന്നാലും നെഗറ്റീവ് കമന്റ്
ഫേസ്ബുക്കിലെ കമന്റ് ഒക്കെ എടുത്ത് നോക്കിയാണല്ലോ, അയ്യോ പെറ്റത്തള്ള സഹിക്കില്ല അങ്ങനത്തെ കമന്റ്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ഏക്കണില്ല, ഒരു പ്രശ്നമല്ല. ചില ആൾക്കാർ എനിക്ക് ഇപ്പോഴും ഓരോരുത്തർ മെസ്സേജ് അയക്കാറുണ്ട്, സുജന എങ്ങനെയാണ് ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ട് തരണം ചെയ്ത് പിടിച്ച് നിൽക്കുന്നത്. പലരും തളർന്നു പോകുന്ന ഒരു അയ്യോ സത്യം, ഞാൻ ആ സമയത്ത് ബൈക്കിന്റെ പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ എനിക്ക് കുറെ നെഗറ്റീവ് വന്ന സമയത്തൊക്കെ മറ്റേ ഇന്നന്ന് കുറെ ആൾക്കാർ സമാധാനിപ്പിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയാ അരുൺ സ്മോക്കിയൊക്കെ അന്ന് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് എന്നോട് ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, നെഗറ്റീവ് കമന്റ് ഒക്കെ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ പിന്നെ അതിപ്പോഴും ഞാൻ അങ്ങനെ ആയി മാറി. ഞാനിപ്പോൾ അത് അങ്ങനെ തിരിച്ച് മറ്റൊരിടത്ത് പറയും. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. നമ്മൾ ഫുള്ള് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കും. ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആൾക്കാർ കമന്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ആ രീതിക്കാണ്, ഞാൻ എൻ്റെ രീതി എന്താണോ അതങ്ങനെ ചെയ്തു പോകും. ആൾക്കാരെന്താ പറയണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ കുറെ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടമുണ്ട്, അതുപോലെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് മൈൻഡ് കാണിക്കാറില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാനായിട്ട് ഒരാളെയും മോശം പറയാനോ കുറ്റം പറയാനോ ഞാൻ പോക്കില്ല. ഈ പൊന്നൂസിനെ സുജിനെ നിങ്ങളെ മാത്രം എന്തായിരിക്കും ടാർഗറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്റ്റോറീസ്? എനിക്കറിയില്ല, ഞാൻ കാർ എടുത്താ പ്രശ്നം, ഫോൺ എടുത്താ പ്രശ്നം, ഫുള്ള് എന്താ ഇരിക്കാൻ അറിയില്ല. മല്ലു ഫാമിലിയിലെ സുജിന് ഒരു വണ്ടി എടുത്തു, വണ്ടി എടുത്തു, 1.5 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തു. എനിക്കറിയില്ല, എല്ലാവരും വണ്ടി എടുക്കുന്നുണ്ട്, എന്താ അതിന്റെ പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ഞാൻ 2 ലക്ഷത്തിന്റെ ഫോൺ വാങ്ങി, 1.5 ലക്ഷത്തിന്റെ ഫോൺ വാങ്ങി, പ്രശ്നം അങ്ങനെയാണ് എങ്ങനെയാണ്, ഇവൻ ഓട്ടോ ഓടിച്ചേർന്നാണ്, അതാണ് ഇതാണ്, ഫുള്ള് പ്രശ്നം. പക്ഷെ അത് എന്താ പ്രശ്നം ചോദിച്ചാ, ചിലപ്പോ അതേപോലെ നമ്മളെ പുഷ്പയില് വല്ല മറ്റേ അല്ലർജുൻ പറയുന്ന പോലെ താഴെ തട്ട് കടന്നവന് മേലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരിതായിരിക്കാം. അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ മൈൻഡ് കാണിക്കാറൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഇപ്പോ അതായത് നിങ്ങള് കുറെ വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവര് പിരിഞ്ഞു, ഡിവോഴ്സ് എന്നൊക്കെ ന്യൂസ് വരുമ്പോഴത്തേക്ക് വിഷമം വരൂലേ? ആൾക്കാരും പറയല്ലേ, ഇപ്പോഴും ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പേര് മാറ്റി അവള് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരും കുറെ ആൾക്കാര് മെസ്സേജ് അയക്കണോ, കമന്റ് ഇടണോ. ആൾക്കാർ ഞാൻ പറയാം, ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പേര് മാറ്റി വെച്ചിട്ട് അതിന്റെ അർത്ഥം പിരിഞ്ഞു എന്നാണ് ആൾക്കാർക്ക് ഇങ്ങനെ. എനിക്കറിയില്ല, ഞാൻ പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ സംസാരിക്കാൻ പോവുക, അതിനെപ്പറ്റി റിപ്ലൈ കൊടുക്കാൻ പോവുകയെ. ആൾക്കാർ ഇഷ്ടത്തിൽ എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും ഞാൻ. അത്രേ ഉള്ളൂ. എനിക്ക് ഈ ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോഴത്തേക്ക് മെയിൻലി നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് നിങ്ങളുടെ ലൈഫ് മൊത്തം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതലാണ്. അപ്പൊ ഒരു ബ്രേക്ക് വരുമ്പോ മേ ബി ഇവർ വിചാരം ഇവർ വീട്ടിലടിയായോണ്ട് ആൾക്കാരൊന്നും അത്ര ശ്രദ്ധിക്കാന്നുള്ള എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്റെ പെങ്ങളുടെ കഴുത്തിലുണ്ടാവും, ഇപ്പഴല്ല പണ്ട് ഒരു ചെറിയൊരു മാല ഉണ്ടായിരുന്നു, ചെറിയ മാല പെങ്ങളെ കഴുത്തിൽ കിടന്നിരുന്ന. അപ്പൊ അത് ഒരു വീഡിയോയില് മറ്റേ വീഡിയോയിലല്ല, എന്റെ പെങ്ങളെ കഴുത്തിൽ കിടന്നിരുന്ന മാല ഒരു ദിവസം എന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല കഴുത്തിൽ കിട്ടണമെന്ന മാല. അപ്പൊ അത് ഇതുപോലെ വീടിന്റെ സമയത്ത് ആൾക്കാർ അത് പറ്റി കമന്റ് ചെയ്തു, മറ്റേ ഇത് കുഞ്ചൂസിന്റെ കഴുത്തിൽ കിടന്നിരുന്ന മാലല്ലേ അന്ന്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അമ്മ മറ്റേ പൊന്നൂസിന്റെ തോളിൽ ഇങ്ങനെ കൈ വെച്ചപ്പോ പെങ്ങളെ തോളിൽ കൈ വെച്ചിട്ട് എന്തോ പൊന്നൂസിനെ നീക്കിർത്തി എന്തോ ചെയ്തൊരു വീഡിയോയില്. അപ്പൊ ആൾക്കാര് പറഞ്ഞു, മറ്റേ വത്സലാമ്മ അമ്മായിമ്മ പൂര് കാണിക്കാണ് മകളെ. അവൾക്കൊരു ചെറിയ 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 കാര്യങ്ങളടക്കം ഇതാക്കും. പിന്നെ ഞാൻ പറയാം, ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് അല്ലാതെ കുറെ വരുമാന മാർഗങ്ങളുണ്ട്. അപ്പൊ പൊതുവെ ഞാനത് അങ്ങോട്ട് യൂട്യൂബ് അങ്ങോട്ട് പതുക്കെ നിർത്തി. എല്ലാവരും വിചാരം ചിലപ്പം യൂട്യൂബ് മറ്റേ പൊളിഞ്ഞ് തീർന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും. യൂട്യൂബ് പൊളി. ഇപ്പൊ ഞാൻ ഇത്ര വണ്ടികളും ഇതൊക്കെ വാങ്ങിപ്പോ ഞാന് ഇഷ്ടം പോലെ എന്താ പറയാ പൈസ ആൾക്കാർക്ക്. അതായത് ഇപ്പൊ എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇപ്പൊ ഒരു 25,000, 30,000, 50,000 ഞാനിപ്പോൾ ഒരു റീൽസിന് ഒരു പേയ്മെന്റ് പറയാം. അപ്പൊ ഒരു 20,000 റുപ്യ ഒരു റീൽസിന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിലൊരു 5,000 റുപ്യ 10,000 റുപ്യ ആൾക്കാർക്ക് വെറുതെ കൊടുക്കും. ഇല്ലാത്ത ആള് പാവങ്ങൾ. ഞാൻ അതും ഒരു കണ്ടന്റ് ആക്കാറുണ്ട്. അതായത് ആൾക്കാർ അത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പൈസ കിട്ടില്ല. ആൾക്കാരപ്പോ പറയും ഇത് പൈസ ഉണ്ടാക്കാനാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേയ്മെന്റ് കിട്ടില്ല. ആൾക്കാരെ വിചാരം ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ വരുമ്പോഴാണ്. അതെ അതെ, നമുക്ക് ഓരോ വീഡിയോസിന് വ്യൂസ് നല്ലതായിട്ട് കിട്ടുമ്പോൾ ആൾക്കാർ അതിന്റെ ബേസിൽ നമുക്ക് പ്രൊമോട്ട് കിട്ടും. അപ്പൊ ഞാൻ പറയില്ല, യൂട്യൂബിൽ എനിക്ക് വേണമെങ്കിൽ അതൊക്കെ ഫുള്ളായിട്ട് കറക്റ്റ് എടുത്തിട്ട് ബ്ലോഗ് പോലെ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാനുള്ളതന്നെ ഉള്ളൂ. ഞാനിപ്പോ എന്റെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പൊ അങ്ങനെയാണ്. കാരണം ഞാൻ ഓട്ടോറിക്ഷ ഓടാൻ ഇറങ്ങണ സമയത്ത് 12 റുപ്യ ആയിരുന്നു മിനിമം ചാർജ്, വെറും 12 റുപ്യ. ഇന്നിപ്പോ ഞാൻ ഒരു റീലിട്ട കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എനിക്ക് പ്രൊമോഷൻ ബേസിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറയല്ലേ, 2-3 കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു മാസ വരുമാനം കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് യൂട്യൂബ് ഒന്നും അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള ബിസിനസ് കിട്ടുന്നുണ്ട്. മറ്റേ അപ്പൊ പിന്നെ പൊതുവേ അതങ്ങോട്ട് പതുക്കെ നിന്നു. ആദ്യം പറഞ്ഞറിയോ, എനിക്കൊരു ആശ്രയം യൂട്യൂബ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. കാരണം യൂട്യൂബിന്റെ ഒരു പേയ്മെന്റ് നിന്നാൽ ഞാൻ പെട്ടു കുണ്ടായി, എനിക്ക് സ്വയം മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്കേ മാറ്റാൻ. ആൾക്കാരെന്നെ പറയും ഇവൻ യൂട്യൂബ് ആദ്യത്തെ പോലെ ഓട്ടോറിക്ഷ ഓടാൻ ഇറങ്ങും. പക്ഷെ അതൊക്കെ ഓരോ ആൾക്കാർ നെഗറ്റീവായിട്ട് പറഞ്ഞാലും അതൊക്കെ എനിക്ക് കറക്റ്റ് ഓട്ടോ ഓടാൻ ഇറങ്ങും. ആ ഒരു ഇതൊക്കെ ആൾക്കാർ എന്നെ കുത്തിയിട്ട് നെഗറ്റീവ് ഇട്ടതായിരുന്നെങ്കിലും പക്ഷെ അത് പിന്നെ എനിക്ക് മനസ്സിലായി ശരിയാണ്,
കാരണം യൂട്യൂബിലത്തെ വരുമാനം എന്നാൽ ഞാൻ ആദ്യത്തെ പോലെ മീൻസ് ചിലപ്പോൾ ഇനിയിപ്പോൾ പഴയ പണിക്കൊണ്ട് എനിക്ക് മടിയൊന്നുമില്ല, ഞാനിപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലേക്കൊക്കെ പോക്കുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ ഒരു വണ്ടിക്ക് അടവ് കാര്യങ്ങൾ ചില കുറി അത് ഇത് ഒക്കെ നിൽക്കുന്നു തോന്നി അവിടെ വന്നത്. പക്ഷെ അപ്പോൾ പിന്നെ ഒക്കെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ യൂട്യൂബ് അല്ലാണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. ശരിക്കും അതല്ല എപ്പോഴും ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു നമുക്ക് എപ്പോഴും അങ്ങനെ സേഫ് ആൻഡ് സെക്യൂർ അല്ലല്ലോ. അതെ അതെ അതെ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറയല ഇപ്പൊക്ക് അങ്ങനത്തെ ഒരു കിട്ടുന്നതിന്റെ ഒരു ഇത് ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ കൊടുക്കും. ഈ ചാരിറ്റി സംഭവങ്ങൾ വീഡിയോ ചെയ്യുന്നതും അതും ഇപ്പം ഇപ്പൊ ഞാൻ ഇപ്പൊ ഗിവ് അവേ അതിപ്പോ എല്ലാരും ചെയ്യുന്ന പോലെ അതിലൊക്കെ ഒരു പ്രൊമോഷൻ ഉണ്ട്. മറ്റേ ഗിവ് അവേ ചെയ്യുമ്പോഴും ഇപ്പൊ നമുക്കൊരു പേയ്മെന്റ് എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അവരൊരു പേയ്മെന്റ് ഇപ്പൊ ഞാനൊരു പേയ്മെന്റിന് അപ്പൊ മറ്റൊരു ഗിവ് അവേ ചെയ്യും, അതിൽ നമുക്കൊരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഗിവ് അവേക്കും കുറെ നെഗറ്റീവ്സ് വരാറുണ്ട് ചില സമയം. ഗിവ് അവേസ് പിന്നെ അങ്ങനത്തെ വലിയ കുഴപ്പമില്ല തോന്നുന്നു എനിക്ക്. പിന്നെ കമന്റിന് പിന്നെ ആൾക്കാർ കൊടുക്കണില്ല അതില്ല. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് ലൈവ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അത് നമ്മള് അതിന്റെ ഇൻസ്റ്റാഗ്രാമിലല്ല നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാൻ കൊടുക്കണതിനൊക്കെ പറ്റി കറക്റ്റ് ആക്കിയിട്ട് അതിൽ പോസ്റ്റ് ആക്കാറുണ്ട്. ചില ആൾക്കാർ അതിൽ പോസ്റ്റ് ആക്കില്ല, അതായത് അതിൽ കയറി നോക്കില്ല കൊടുക്കുക. ഇപ്പൊ ഞാനൊരു കഴിഞ്ഞ ആഴ്ച 50,000 റുപ്യ കൊടുത്തിട്ടാണ് 10 ആൾക്ക് 5,000 വെച്ചിട്ട്. അതൊക്കെ ചെറിയ ചെറിയ പ്രൊമോഷനാണ്. പക്ഷെ അത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ കൊടുക്കണ പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് പോണ്. അപ്പൊ എന്താ ഇനി നെക്സ്റ്റ് പ്ലാൻസ് എന്തൊക്കെയാ, ലൈഫിൽ നെക്സ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാ? അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇപ്പൊ ചെറിയ ചെറിയ ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ വളർത്തി കൊണ്ടുവരണം. പിന്നെ ഒരു വണ്ടിയൊക്കെ എടുക്കണം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു എന്റെ കയ്യിൽ ഒരു കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ അപ്പോ ഉദാഹരണത്തിന് ഇവനോട് ചോദിച്ചറിയാ ഞാനൊരു വണ്ടി ആദ്യം എടുക്കും. അപ്പൊ എടുക്കുമ്പോ ഒരു ടൈനിപ്പോ ഒരു അലോയി മാറ്റി. അപ്പൊ ഞാൻ പറയും അലോയി മാറ്റി, ഇനി ഞാൻ വണ്ടിയുമ്പോ ഒരു പണി എടുക്കില്ല എന്നറിയും. അപ്പൊ തന്നെ പിന്നെ കളിയാക്കും മറ്റേ ഓക്കെ ശരി ശരി അറിയാം. അപ്പൊ എനിക്കിങ്ങനെ ഓരോന്ന് വണ്ടിയുമ്പോ ഇങ്ങനെ ചെയ്തും കൊണ്ടേ ഇരിക്കണം. അത് ഒരു അറിയില്ല, ഒരു ക്രൈസ്. ഇപ്പൊ ഞാൻ ഇന്നോവ എടുത്തത് ഞാൻ പുറത്തുനിന്ന് എടുത്ത വണ്ടിയായിരുന്നു. ഈ വണ്ടിയുമ്പോ തന്നെ ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 5-6 ലക്ഷം റുപ്യ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോ. അപ്പൊ അതിങ്ങനെ ഓരോ ആഗ്രഹം അത്രേ ഉള്ളൂ. എനിക്കൊരു കുറച്ച് പൈസന്റെ കയ്യിലാണ് വന്നാ അപ്പൊ ആ പൈസക്ക് ഒരു വണ്ടി എടുക്കണം എന്നുള്ളൊരിതാണ്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല, അതുകൊണ്ടായിരിക്കും അവര് അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഇപ്പത്തെ ഒരു ലൈഫിൽ ഹാപ്പിയാണ്. അപ്പൊ ഇതേപോലെ തന്നെ അത് മുന്നിക്ക് പോട്ടെ എന്ന് ആഗ്രഹിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇടയ്ക്കെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒന്ന് ഹാപ്പിനെസ് വരാനായിട്ട് ഫാമിലി മൊത്തമായിട്ടൊക്കെ കുഞ്ഞു വ്ളോഗൊക്കെ ഇട്ട് നോക്ക്. സെറ്റാക്കാം. ഓരോ തിരക്കും ഒന്നത്തെ പറയല്ലോ, ആദ്യത്തെ പോലെ കറക്റ്റ് സമയത്ത് ഇരുന്ന് ആദ്യം പറഞ്ഞാൽ രാവിലെ എണീറ്റപ്പോ തന്നെ ഇന്ന് എന്ത് വീഡിയോ എടുക്കും എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കും. അപ്പൊ എല്ലാവരും പറയുന്ന അന്ന് തന്നെ വീഡിയോ എടുക്കുക എന്ന് പറയും. ഇപ്പൊ നമ്മൾ കുട്ടികളൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക, സ്കൂളിൽ കൊണ്ടുപോവുക. ഇപ്പൊ ഞാൻ എന്റെ കാര്യത്തിന് എവിടേക്കെങ്കിലും പോവുക. അപ്പൊ അതിങ്ങനെ ഓട്ടം. ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇവനുമ്പാടെ വീഡിയോ എടുക്കാൻ, ഇവൻ എന്റെ വീഡിയോ എടുക്കണം വെച്ചാൽ. അപ്പൊ ഞങ്ങൾ രണ്ടാളും പാടെ എവിടേക്കെങ്കിലൊക്കെ പോവും. വേറൊരുത്തൻ ഷാക്കിറുണ്ട്, അപ്പൊ അവന് മറ്റേ അമ്മയോടൊപ്പം പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റേ വൈഫിന്റെ പുറത്ത് പോവുക, കുട്ടികളെ കൊണ്ടുപോകണ്ടോ അവനാണ് സ്കൂളിലേക്ക് പോവുക വരികയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഓരോ ഓട്ടാണ്. അപ്പൊ ഒരു പാത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സമയം അങ്ങനെ വീഡിയോ. പിന്നെ ചിലവരെ ഇങ്ങനെ പോണതൊക്കെ വീഡിയോ എടുത്ത് എന്താ പറയുക, അത് ചില ആൾക്കാർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളൂ. അപ്പൊ ആൾക്കാർ നല്ലൊരു വീഡിയോയിലേക്ക് പിന്നെ എന്തിനാ വീഡിയോ ഇടാതിരുന്നൂടെ എന്നൊക്കെ പറയാം. പിന്നെ അത് പതുക്കെ നിർത്തിയത്, അത് യൂട്യൂബിൽ നിന്ന് അങ്ങനെ കുറച്ച് മാറിയിരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം, ടൈം ഇല്ലാതിരുന്നിട്ടും നമുക്ക് വേണ്ടി കുറച്ച് ടൈം രാവിലെ തന്നെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും കുറെ വണ്ടിയൊക്കെ മേടിച്ചിരട്ടെ, ലൈഫ് ഇനി ഒരുപാട് ഉയരത്തിലോട്ട് എത്തട്ടെ. താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.